നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം മൂർച്ഛിക്കുകയാണ്. അമേരിക്ക ആകട്ടെ ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഒരു ചരക്ക് കപ്പലിന് നേർക്ക് അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണം. കപ്പലിൻ്റെ എഞ്ചിൻ റൂമിന് നേർക്കാണ് ഹെലികോപ്റ്ററിൽ നിന്ന് വെടിവെപ്പ് ഉണ്ടായത്. തുടർന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ അമേരിക്കൻ സൈനികർ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഇതിനെ കൊള്ളയടി എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ കപ്പലിനെ പകൽക്കൊള്ള നടത്തിയിരിക്കുകയാണ് അമേരിക്ക എന്നാണ് ഇറാൻ്റെ ആരോപണം. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം ആരംഭിച്ചത്. അതിനുശേഷം ഇത്രയും നാളായിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാത്തതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്ന കാര്യമല്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്നും. ഉദാഹരണത്തിന് ഈ കപ്പൽ ആക്രമിച്ചതിനെ നമുക്ക് നോക്കാം. ഇപ്പോൾ അമേരിക്ക ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഈ ഇറാൻ്റെ കപ്പൽ ഇവർ ആക്രമിച്ചത് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അമേരിക്കയുടെ വിശദീകരണമാകട്ടെ, തങ്ങളാണ് ഈ ഹോർമോസ് കടലിടുക്കിന് ചുറ്റും ഇപ്പോൾ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടേക്ക് കടന്നു കയറിയ കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുമെന്നാണ്. അങ്ങനെയാണ് ഇറാൻ്റെ തന്നെ ചരക്ക് കപ്പലിനെ ഇത്തരത്തിൽ അമേരിക്കൻ സൈന്യം പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളൊക്കെ തന്നെ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ഇന്ന് വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തുമെന്നൊക്കെയാണ് നേരത്തെ കരുതപ്പെട്ടിരുന്നത് എങ്കിൽ പോലും ഇന്നത് ഉണ്ടാകില്ല എന്നുള്ള കാര്യവും ഇതോടുകൂടി ഉറപ്പായിരിക്കണം. തങ്ങളുടെ ചർച്ചയ്ക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ഇറാനും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് തങ്ങളുടെ ആയുധശക്തി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക നേടാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അമേരിക്ക ആകട്ടെ അവരുടെ പല യുദ്ധക്കപ്പലുകളെയും ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് ചുറ്റും വലിയ തോതിൽ മൈൻ വിതറിയിരിക്കുകയാണ് ഇറാൻ. ഏതാണ്ട് 6000-ഓളം മൈനുകൾ ഇവിടെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇതിലേക്ക് കടന്നു കയറിയാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഈ ഭാഗത്തേക്ക് വന്നാൽ അവ സ്ഫോടനം നടത്തും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നങ്ങളിലൊന്ന്, ലോകത്തെ പല രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഇന്ധനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും ഒന്നും തന്നെ എത്താതെ പല രാജ്യങ്ങളും വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അടിയന്തര പരിഹാരം എന്നാണ് ഉണ്ടാവുക എന്നുള്ളത് ആർക്കും ഒരു നിശ്ചയവുമില്ല. ചർച്ചകളൊക്കെ തന്നെ ഒരു വശത്ത് നടക്കുന്നുണ്ട് എങ്കിൽ പോലും എല്ലാത്തിലും ഡൊണാൾഡ് ട്രംപ് താൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിച്ചാൽ മതി എന്നുള്ള പിടിവാശിയിൽ നിൽക്കുന്നത് തന്നെയാണ് ഈ ചർച്ച എങ്ങുമെത്താതെ പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഇറാൻ്റെ പതാക ഏന്തിയ തുസ്ക എന്ന ചരക്ക് കപ്പലാണ് അമേരിക്കൻ ഡിസ്ട്രോയറായ USS സ്പ്രൂവൻസ് ആക്രമിച്ചത്. ഏതാണ്ട് 6 മണിക്കൂർ നീണ്ടു നിന്ന മുന്നറിയിപ്പ് ശേഷമാണ് തങ്ങൾ ഈ കപ്പലിനെ ആക്രമിച്ചതെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അമേരിക്ക ഇതൊക്കെ ചെയ്യാൻ ആരാണ് എന്നാണ് സ്വാഭാവികമായും ഇറാൻ ചോദിക്കുന്ന ചോദ്യം. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ ഒരു രക്ഷയും ഇല്ലാത്ത സന്ദർഭത്തിൽ ഇറാൻ ശക്തമായി തന്നെ ഇപ്പോൾ തിരിച്ചടിക്കുന്ന അവസ്ഥയാണുള്ളത്. പ്രധാനമായി അവർ ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളുടെ സംരക്ഷണ ചുമതല അമേരിക്കയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ആദ്യകാലങ്ങളിൽ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ അവരുടെ ആക്രമണം വ്യാപിക്കുന്നുണ്ട്. അതേസമയം പല ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായി ഇതിനോടകം പല സംഭാഷണങ്ങളും, അതായത് സമാധാന ശ്രമങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു പരിധിക്കപ്പുറം ഈ ആക്രമണത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളതും ഉറപ്പാണ്. ആഗോളതലത്തിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. റഷ്യയുടെയും ചൈനയുടെയൊക്കെ തന്നെ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഈ അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഒരുപക്ഷെ ചൈനയും റഷ്യയൊക്കെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയാൽ അത് കൂടുതൽ സ്ഥിതിഗതികൾ മോശമാക്കുമെന്നുള്ള ഉറപ്പാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ കപ്പലിന് നേർക്കും ഇറാൻ സൈന്യം വെടിവെച്ചു എന്നുള്ളത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എല്ലാ കാലത്തും ഇറാൻ എല്ലാവിധ പിന്തുണയും നൽകിയ രാജ്യമാണ് ഇന്ത്യ. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ അനൗദ്യോഗികമായ ഒരുപാട് നീക്കങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാം എന്ന് ഇറാനിലെ വിദേശകാര്യമന്ത്രി തന്നെയാണ്, അഗരാച്ചി തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ദുഃഖം ഞങ്ങളുടെ ദുഃഖമാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ കപ്പലിനെ പോലും ആക്രമിക്കുന്ന, അതായത് സുഹൃത്ത് രാജ്യമായ ഇന്ത്യയുടെ കപ്പലിനെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇറാൻ മാറുമ്പോൾ അത് ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്നെത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഇക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ മേഖലയിലാകെ ഇപ്പോഴും സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാകണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ മനസ്സ് വയ്ക്കണം എന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്.